ഹലോ, അസ്സലാമു അലൈക്കും. എന്താ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമുക്കൊരു കപ്പയും മീനും വെച്ച് നമുക്ക് നല്ലൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഇവിടെ അരക്കിലോ കപ്പ ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങ് പൊടിച്ചെടുക്കണം. ഇവിടെ 2 വലിയ ഉള്ളി, 2 പച്ചമുളക്, അല്പം വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, പിന്നെ മല്ലിയില, കരിവേപ്പിൻ്റെ ഇല, മീനിവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിതിന് മീൻ പൊരിച്ച് വെച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തത്. അല്പം ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് വല്യുള്ളി ഇട്ട് വഴറ്റിയെടുക്കാം. വല്യുള്ളി ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയിലയും കരിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക. പച്ചനിറമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മുള്ളൊക്കെ കളഞ്ഞ് പൊടിച്ച് വെച്ച മീനുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നന്നായി കലക്കിയെടുക്കാം. അധികം ലൂസായി പോകരുത്. പച്ചവെള്ളം തന്നെ ആയിട്ടാണ് കേട്ടോ ഇത് കലക്കിയെടുക്കുന്നത്. നമ്മൾ പൊടിച്ച് വെച്ച കപ്പയിൽ നിന്നും ഓരോ ഉരുളകളാക്കി നമ്മുടെ കൈവെള്ളയിൽ വെച്ച് പരത്തിയെടുക്കാം. ഒരു സമയത്ത് നമ്മുടെ കൈവെള്ളയിൽ അല്പം എണ്ണ തടവി കൊടുക്കണം. ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളുണ്ടാക്കി വെച്ച മീൻ മസാല ചേർത്ത് കൊടുക്കാം. ഏത് ഷേപ്പിലും തയ്യാറാക്കാം. ഞാനിവിടെ ഉന്നക്കായൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് കപ്പ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ കപ്പയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ. ഇപ്പോൾ എവിടെയും കപ്പ ഉണ്ട്. കാരണം മഴക്കാലമായതുകൊണ്ട് എല്ലാ പറമ്പിലൊക്കെ ഉള്ളതൊക്കെ പാടത്തുള്ളതൊക്കെ പറിച്ചെടുക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇപ്പം കപ്പൻ്റെ ഒരു സീസൺ ആണല്ലോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കെല്ലാം തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി അങ്ങ് ചൂടാകുന്ന സമയത്ത് നമുക്ക് ഇത് മൈദമാവിൽ മുക്കി അതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബീഫ് വെച്ചും തയ്യാറാക്കട്ടോ. ഇവിടെ മീൻ വെച്ചാണ് തയ്യാറാക്കുക. പക്ഷേ മീൻ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടും. ഒരിക്കൽ ഉണ്ടാക്കി നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അതെനിക്ക് ഉറപ്പാണ്. ഒരിക്കൽ ചെയ്തൊക്കെ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നുള്ളൂ. അപ്പം ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.